ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് പിന്നെ വന്നേക്കുന്നത് എന്ത് പരിപാടിയായിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആഫ്റ്റർനൂൺ ഞാൻ ഓർത്തു കുറച്ച് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ദോശയായിരുന്നു, ദോശ ആൻഡ് ചമ്മന്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് മുട്ട ദോശ ഉണ്ടാക്കാം. ബിക്കോസ് അമ്മ രാവിലെ മുട്ട ദോശ ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പപ്പയായിരുന്നു കഴിച്ചത്. ഇവിടെ എടുത്തിട്ടുണ്ടേ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കും. കുറേ നേരമായിട്ട് ഇങ്ങനെ എന്നെ ഒരു പണി ചെയ്യാൻ സമ്മതിക്കാണ്ട് ഒന്ന് മണപ്പിച്ചോണ്ട് നടക്കുമായിരുന്നു. കണ്ടോ, ഇവൻ ചെയ്യുന്നതന്നെ നമ്മൾ തിരിച്ച് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞു. പിന്നെ വേണം നമുക്ക് അപ്പോഴത്തേക്കും നമ്മൾ ഇപ്പം മുട്ട ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ട ദോശ നമ്മൾക്ക് തട്ടുകടയിലൊക്കെ കിട്ടും, നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ല മുട്ട ദോശ കിട്ടും. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ രീതിയിൽ മുട്ട ദോശ ഉണ്ടാക്കാൻ പോകാൻ. അപ്പോൾ ഞാൻ മുട്ട ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചു. ബീറ്റ് ചെയ്യാനൊന്നുമില്ല, ചുമ്മാ ഇട്ടിട്ട് ഇങ്ങനെ ചുമ്മാ 2 പ്രാവശ്യം സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് വെച്ച് കുറച്ച് സ്റ്റൈലായിട്ട് പറയാമല്ലോ. ഊഫി ഇനി നമുക്ക് അതിനകത്തേക്ക് സവാള ഗിരി എരിഞ്ഞു വെക്കണം. അപ്പം നമുക്കത് പോയി സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി വരാം. നമ്മൾ വലിയ എത്ര മുട്ടയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ആക്കി വെച്ചു. ഇനി അടുത്താണ് നമുക്ക് സവാള ഇരിക്കണം. ഇതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞ് വെച്ചായിരുന്നു. ഇനി ഇത് അരിഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? വൂഫി താഴെ വന്നിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, എന്നിട്ട് എന്നെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. ആയുധം വെച്ചുള്ള കളിയാണ്, നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം. ഓക്കെ. എൻ്റെ വയറിന് സൗണ്ടൊക്കെ കേൾക്കുന്നു. ഞാൻ പൊതുവെ ഇതിലും ഫാസ്റ്റായിട്ട് അരി കേട്ടോ. പിന്നെ എന്താ അറിയത്തില്ല, ഇന്ന് കോൺഷ്യസ് ആണെന്ന് തോന്നുന്നു ഞാൻ. അങ്ങനെ ഇത് പൊടിയെടുത്ത് ഇങ്ങോട്ടിട്ടു, ഇതിൻ്റെ അകത്തിട്ടു. മറ്റേതും കൂടെ സവാള ഗിരി 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 സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി. എൻ്റെ കർത്താവേ. ഓക്കെ, എന്നോടായി കളി. കണ്ണൊക്കെ. അപ്പം നമ്മുടെ മുട്ട റെഡിയായതാ. നമ്മൾ സവോളയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി, ഉപ്പും കുറച്ച് മുളകും കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി 2 മുട്ടയാണ് എടുത്തത്. 2 മുട്ടയാണ് കഴിക്കുന്നത്. പിന്നെ നമുക്ക് ദോശമാവ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മേടിച്ചാൽ പോകുന്ന ദോശമാവ്. അപ്പോൾ ദോശമാവ് ഓൾറെഡി ഉണ്ട്. ഇനി അത് നമുക്ക് എങ്ങനെ, എൻ്റെ ഒരു പരീക്ഷണമാണ് ഇന്നത്തത്. വെറും പരീക്ഷണം. ഞാൻ ഇതുവരെ മുട്ട ദോശ ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് പരീക്ഷിക്കാം. ഓക്കെ. അമ്മയില്ലാത്തത് കൊണ്ട് ഇന്ന് കുക്കിംഗ് വിത്ത് മോം അല്ല, കുക്കിംഗ് വിത്ത് നേഹ മാത്യുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഉണ്ടാക്കണ്ടേ? കമ്മോൺ, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം സ്റ്റവ് വെച്ചിരിക്കാം. യെസ്, കത്തി ചൂടാവട്ടെ, കുറച്ച് ചൂടാവട്ടെ. അപ്പം തവ ചൂടായി. നമ്മുടെ ദോശമാവുണ്ട് ഇതായിരിക്കുന്നു. അപ്പോൾ ദോശമാവുണ്ട്. നമുക്കപ്പം എല്ലാം ഒരു പരീക്ഷണം മാത്രമാണ്. ഞാൻ ആദ്യം പറയണം, എല്ലാം ഒരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം ഫ്ലോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോപ്പായി, അത്രയേ ഉള്ളൂ. ഞാൻ പക്ഷെ അത് കഴിക്കണം, ഇവിടെ ഉണ്ടാക്കിയതാണല്ലോ, അപ്പോൾ ഞാൻ തന്നെ കഴിക്കണം. ചൂടായി. അപ്പം നമുക്കിത് സിമ്മിലാക്കിയിട്ട് ലെറ്റ്സ് മേക്ക് ഫസ്റ്റ് ദോശ. കുറച്ച് കട്ടിയിലിടാം കേട്ടോ. അത്രയും തിന്നാക്കി കഴിഞ്ഞാൽ മുട്ട റെഡിയായി വരില്ല എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത്രയും കട്ടിയിൽ തന്നെ ഇടാം. ഇങ്ങനെ ഇടാം. ഓക്കെ. ഭർത്താവ് പേടിയാവുന്നു, ഫ്ലോപ്പ് ആവുക. ഇത്രയും മുട്ട വേസ്റ്റ് ആവും. ഇല്ലല്ലോ, നമ്മൾ ചെയ്യും. എന്നിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ വേണം കുറച്ച് വെള്ളം കുടിച്ചു, നല്ലതാണ്. ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും, ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ നമ്മുടെ സ്വന്തം മുട്ട ഇടാൻ പോകുന്നത്. എൻ്റെ ആഞ്ജനേയ സ്വാമികളെ, എൻ്റെ എല്ലാ ദൈവങ്ങളെ കാത്തോളണമേ. നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇതൊന്ന് ഓൾറൈറ്റ് വരട്ടെ.
ഇവിടെ നല്ല മഴ പെയ്യാനുള്ളല്ലേ, ഇപ്പം തന്നെ തോന്നുന്നുണ്ട്, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, നല്ല മഴ പെയ്യാൻ തോന്നും. ഓ യാ, അടിപൊളി മഴ. ഇതാ പുറത്തേക്ക് പോകുന്നത്, പുറത്തേക്ക് പോകല്ലേ, പുറത്തേക്ക് പോകല്ലേ മോനെ, പുറത്തേക്ക് പോകല്ലേ. അടിപൊളി, എല്ലാം പുറത്തേക്ക് പോയാ എന്നാ പിന്നെ എല്ലാം പുറത്തേക്കായിട്ട് എടുക്കാം. ഭയങ്കര മഴയാ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? കുറച്ചുകൂടെ വേകട്ടെ. അങ്ങനെ ആക്ച്വലി നമ്മുടെ മുട്ട ദോശ ഒരു സക്സസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനോട് നമുക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ ഇടാം അല്ലേ, കുറച്ച് ചമ്മന്തിയും കൂടെ കഴിക്കാം. എന്നിട്ട് ഞാൻ പോയി ചമ്മന്തി എടുക്കട്ടെ, അമ്മ ഉണ്ടാക്കി വെച്ചായിരുന്നു രാവിലെ. അങ്ങനെ നമ്മൾ ചമ്മന്തി ഇട്ടു, ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. ചൂടുണ്ട്. കൊള്ളാം, ആക്ച്വലി കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ പറയുന്നത് ആക്ച്വലി കൊള്ളാം. നമുക്കിത് പോയിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ എന്തായാലും സക്സസ് ആയിരുന്നു, ഫുൾ സക്സസ് ആയിരുന്നു മുട്ട ദോശ. ഞാൻ ഓർത്ത് ഇടയ്ക്ക് അങ്ങനെ ഫ്ലോപ്പായി പോകുമെന്ന് ഞാൻ ഓർത്തു, പക്ഷേ സക്സസ് ആയിരുന്നു. ഇവിടെ ഒരുത്തൻ ഇവിടെ അടിയിലുണ്ട്, ഊഫിയാണെങ്കിൽ മണച്ച് വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കെന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഹെൽത്തി ആൻഡ് ഭയങ്കര സിമ്പിളാണ്. ഞാൻ എണ്ണ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഡു സപ്പോർട്ട് മീ. അപ്പോൾ ബൈ.